ഓക്കെ, കുട്ടികളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ ക്ലാസ് ഇന്നത്തെ തുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സർക്കിളുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആശയങ്ങളൊക്കെ പഠിച്ചു. ആ ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും ചെയ്ത് നോക്കി കാണുമല്ലോ. കൂടാതെ അതിൻ്റെ ഒരു പേപ്പറിലേക്ക് ആ കൺസ്ട്രക്ഷൻസിൻ്റെ ഓരോ എക്സാമ്പിളുകളും എല്ലാവരും വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി അതുമായി ബന്ധപ്പെട്ട ആ സെൻട്രൽ ആംഗിൾ തിയറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കണക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുകൾ പറഞ്ഞിട്ടുണ്ട്. വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങളത് കാണുകയും ചെയ്തു, എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാലും ടീച്ചർ അതൊന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. അതിൽ പേജ് നമ്പർ 54 ആദ്യത്തെ ചോദ്യമാണ് ഞാൻ ടീച്ചർ ചെയ്യുന്നത്. പ്രോബ്ലം നമ്പർ 4 നിങ്ങൾ ടെക്സ്റ്റിൽ എൻ്റെ കൂടെ വായിക്കണം. കൂടാതെ ഈ ചോദ്യങ്ങൾ ടീച്ചർ നോട്ട്ബുക്കിൽ എഴുതിയിട്ടില്ല. ചോദ്യങ്ങളില്ലാതെ ആൻസർ മാത്രമാണ് അയക്കുന്നത്. അതേപോലെ പകർത്തി ടീച്ചർക്ക് അയക്കരുത്. ആദ്യം ചോദ്യം എഴുതി ചിത്രം നീറ്റായിട്ട് വരച്ചതിന് ശേഷം മാത്രം ആ നോട്ട് എഴുതി ടീച്ചർക്ക് അയക്കുക. 4th question. A rod bent into an angle is placed with its corner at the center of a circle, and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? ചോദ്യം മനസ്സിലായി കാണും അല്ലേ? അപ്പം എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഒരു വടി അഥവാ ഒരു റോഡ്, നമ്മൾ ഈർക്കിൽ നമ്മൾ മടക്കാറില്ലേ, അതേപോലെ ഒരു ഈർക്കിൽ മടക്കി ഒരേ ഈർക്കിൽ തന്നെ എടുത്തിട്ട് 2 സർക്കിളിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ 2 ഈർക്കിലുകൾ എടുത്തിട്ട് ഒരേ രീതിയിൽ വെക്കുകയാണ്. എങ്ങനെയാണ് വെക്കുന്നത്? ആദ്യത്തെ സർക്കിളിൽ ആ ഈർക്കിൽ, അപ്പം നോക്കൂ, ഈ ഒരു ഈർക്കിൽ ഇതാണ് നീളത്തിലുണ്ടായിരുന്ന ഒരു ഈർക്കിലായിരുന്നു. അത് ഒരു ഭാഗത്ത് മടക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു ആംഗിൾ കിട്ടുമെന്ന് നമുക്കറിയാം. ആ ആംഗിളിനെ സെന്ററിൽ വരത്തക്ക രീതിയിൽ ഒരു സർക്കിളിൽ വെച്ചു. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതേ ഈർക്കില് ഇവിടെ എത്രയാണോ ആംഗിൾ ഉണ്ടാക്കിയത് അതേ ആംഗിള് സെന്ററിലല്ലാതെ സർക്കിളിന്റെ മുകളിലുള്ള പി എന്ന് പറഞ്ഞ പോയിന്റിൽ വെക്കത്തക്ക രീതിയിലും വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചപ്പോൾ ഈ സർക്കിളിന്റെ മൊത്തം ഭാഗത്തിനെ 10 ഭാഗമാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗത്തെ ഈ 2 ഭാഗം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഈ 2 ഈർക്കിലിന്റെ ഇടയിലുള്ള ഈ ഭാഗം അളന്ന് നോക്കിയപ്പോൾ അത് മൊത്തം സർക്കിളിന്റെ എത്ര ഭാഗമുണ്ട്? 10ൽ 1 ഭാഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ അതേ ഈർക്കില് കുറച്ച് നീട്ടി സെന്ററിൽ നിന്ന് മാറ്റി സർക്കിളിന്റെ മുകളിലേക്കുള്ള ഒരു പോയിന്റിലേക്ക് വെക്കുമ്പോൾ ഈ സർക്കിളിനെ എത്ര ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗം വരും? ഈ ഭാഗം അഥവാ അതിനെ നമുക്ക് ആർക്ക് AB എന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ആർക്ക് AB സർക്കിളിന്റെ എത്ര പാർട്ട് വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് 9ാം ക്ലാസ്സിലത്തെയും 10ാം ക്ലാസ്സിലത്തെയും കൂടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 9ാം ക്ലാസ്സിലാണ് നമ്മൾ ഈ ആർക്ക് ലെങ്ത് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് ആ സെക്ടറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് നോക്കാം. ഒരു സെക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ AB എന്ന് പറഞ്ഞ ആർക്ക് അല്ലെ? ഇത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഈ സെൻട്രൽ ആംഗിൾ വലുതാകുമ്പോൾ ആർക്ക് ലെങ്ത് വലുതാകും, സെൻട്രൽ ആംഗിൾ ചെറുതാകുമ്പോൾ ആർക്ക് ലെങ്ത് ചെറുതാകും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആർക്ക് ലെങ്ത് 10ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആംഗിളുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സെൻട്രൽ ആംഗിളും അത് ഓൾട്ടർനേറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഇവിടെയുള്ള ആംഗിൾ നമുക്ക് കിട്ടണം. ആംഗിൾ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞ ആശയം നമ്മൾ ഉപയോഗിച്ചാൽ മതി. എന്താണ് ആർക്ക് ലെങ്ത് L എന്ന് പറയുന്നത്? ആർക്ക് ലെങ്ത് Lനെ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിൽ N എടുത്താൽ ഈ ആർക്ക് ലെങ്ത് L എന്ന് പറയുന്നത് സർക്കിളിന്റെ പെരിമീറ്ററിന്റെ ഒരു ഭാഗമാണ് ആണല്ലോ. സർക്കിളിന്റെ റേഡിയസ് 6 ആണെങ്കിൽ
2πr ആണ് അതിന്റെ പെരിമീറ്റർ വരിക. അതിന്റെ x/360 ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ ആർക്ക് ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പകരം പെരിമീറ്ററിന്റെ 1/10 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആർക്ക് ലെങ്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്ററിന്റെ 1/10. അതായത് ഈ പെരിമീറ്ററിനെ 10 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗമാണിത്. അപ്പൊ പെരിമീറ്ററിന്റെ 1/10 എന്ന് പറയുന്നതാണ് എന്തായിട്ട് വരുന്നത്? ആർക്ക് ലെങ്ത് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ക്യാൻസൽ ചെയ്ത് പോയി? 2πr പോയി. 1/10 ഈസ് ഈക്വൽ ടു x/360. അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും അതിന്റെ ഈ സർക്കിളിന്റെ മൊത്തം ആംഗിളും തമ്മിലുള്ള ബന്ധമാണ് സത്യം പറഞ്ഞാൽ എന്ത്? 1/10. അങ്ങനെ നമുക്ക് ചുരുക്കി എഴുതുകയും ചെയ്യാം. ഇതിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നാണ് ടീച്ചർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × 10 ഈസ് ഈക്വൽ ടു 1 × 360 എന്ന് കിട്ടുന്നു. x is equal to 360 divided by 10 equal to 36 degree എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത് സെന്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 36 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ സംശയം വന്നിട്ടുണ്ടാകും, എന്തിനാണ് ഇപ്പൊ ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചത്? ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതേ ആംഗിളിലാണ് അത് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതേ ആംഗിൾ ആയിരിക്കും ഈ ആംഗിൾ പിയില് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കൂ, ഈ ആർക്ക് എ ബി ഈ ചിത്രത്തിലെ സെന്ററിലാണ് 36 ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിലെ സെന്ററിലല്ല. പിന്നെ എവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആർക്ക് എ ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്ക് ആയിട്ടുള്ള ആർക്ക് എ പി ബിയിലാണ് എത്ര ഡിഗ്രി? 36 ഡിഗ്രി. ക്ലിയർ ആയി കാണുമല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് എ ബിയുടെ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഒ ബി യോജിപ്പിക്കുന്നു. ടീച്ചർ കൈകൊണ്ടാണ് യോജിപ്പിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിക്കുക. അപ്പോൾ ഇത് 36 ഉണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി ഉണ്ടായിരിക്കും? 72 ഡിഗ്രി ഉണ്ടായിരിക്കും. അറിയാലോ? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കൂ. ഇവിടെ സെൻട്രൽ ആർക്ക് ലെങ്ത് തന്നിട്ട് എന്ത് കണ്ടുപിടിച്ചു? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ചോദ്യത്തിലോ സെൻട്രൽ ആംഗിൾ തരുന്നു, പകരം എന്ത് കണ്ടുപിടിക്കണം? ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. ആർക്ക് ലെങ്ത് ഈ സർക്കിളിന്റെ പെരിമീറ്ററിന്റെ എത്ര ഭാഗമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ചിത്രത്തില് ഇൻ ദ സെക്കൻഡ് ഫിഗർ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു എത്ര ഡിഗ്രി? 72 ഡിഗ്രി. എല്ലാവർക്കും മനസ്സിലായല്ലോ? therefore ആർക്ക് ലെങ്ത് എ ബി എന്ന് പറയുന്നത് 2πr ന്റെ പറയൂ x/360 ഡിഗ്രി ആണ്. That is equal to 2πr into ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 72 ഡിഗ്രി ആണ്. 72/360. 2πr എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലേ, അഥവാ സർക്കിളിന്റെ ഭാഗമല്ലേ? മൊത്തം സർക്കിൾ വന്നില്ലേ 2πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഭാഗം എന്ന് കാണാൻ 72/360 ഡിഗ്രി നമ്മൾ ചെയ്യുക. ഇത് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇതിനെ പകുതിയാക്കി പോവുക. 72നെ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? 36. അതുപോലെ 360നെ പകുതിയാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 180. ഇനിയും നമുക്ക് ബുദ്ധിമുട്ടുള്ളവര് 36നെ വീണ്ടും പകുതിയാക്കുക 18. ഇവിടെ എത്രയാണ്? 90. 180ന്റെ പകുതി 90. നമ്പേഴ്സ് ചെറുതായി വരുന്നത് കാണാം. വീണ്ടും നമുക്ക് പകുതിയാക്കാം. 9 18. ഇവിടെ എത്ര കിട്ടുക? 45. അപ്പൊ ഇവിടെ 1 ഡിജിറ്റ് ആയല്ലോ. 9/45 എന്നായല്ലോ. 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 45. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഇവിടെ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്ത് പോകാം.
അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും ഷോർട്ടാക്കി പറഞ്ഞു തന്നിരിക്കുന്നത്. ഈക്വൽ ടു 2πr ഇൻറ്റു 1/5 എന്ന് കിട്ടുന്നു. അതായത് 1/5 പാർട്ട് ഓഫ് ദ സർക്കിൾ. അതായത് സർക്കിളിന്റെ പെരിമീറ്ററിന്റെ എത്ര ഭാഗം വരും? 5/1 ഭാഗം വരും. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആർക്ക് ലെങ്ത് കൂടുമോ കുറയുമോ? ഇവിടെ ഉണ്ടായിരുന്ന എ ബിയുടെ നീളമായിരിക്കുമോ ഇവിടെ ഉണ്ടാകുന്ന എ ബിയുടെ നീളം? 10-1 5-1 വലുത്? ഒരു ദോശയെ നമ്മൾ 10 കഷ്ണങ്ങളാക്കുമ്പോൾ ഒരു കഷ്ണം ഒരു കുട്ടിക്ക് കിട്ടുന്നതും അതേ ദോശയെ 5 ഭാഗങ്ങളാക്കുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടുന്ന കഷ്ണവും തമ്മിൽ താരതമ്യം ചെയ്താൽ പോലെ ആരായിരിക്കും വലുത്? 5-1 ആയിരിക്കും വലുത്. അതെന്താണ് ആർക്ക് ലെങ്ത് വലുതാകാനുള്ള കാരണം? ഇതാ പറഞ്ഞു, സെൻട്രൽ ആംഗിള് 36 ഡിഗ്രിയാണ്, ഇവിടെ സെൻട്രൽ ആംഗിള് 72 ഡിഗ്രിയാണ്. അങ്ങനെയും നമുക്ക് പറയാം, സെൻട്രൽ ആംഗിൾ കൂടുന്തോറും നമുക്ക് ആർക്ക് ലെങ്ത് കൂടുകയും ചെയ്യും. ഓക്കെ, വെറുതെ നമ്മളിങ്ങനെ പ്രോബ്ലം മാത്രം ചെയ്തു പോകാതെ ആ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.